ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്കയുടെ പ്രസിഡന്റ്, അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ലോകത്തിലെ ഏറ്റവും ആധുനികമായ രഹസ്യാന്വേഷണ ഏജൻസിയായ US സീക്രട്ട് സർവീസും അതോടൊപ്പം തന്നെ CIA ഒപ്പം ഉണ്ട്. പക്ഷേ ജനങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും മുന്നിൽ വെച്ച് വിമാനത്തിലേക്ക് ചിരിച്ചുകൊണ്ട് കയറിയ അതേ പ്രസിഡന്റ് മിനിറ്റുകൾക്കകം സ്വന്തം സുരക്ഷാ ഉദ്യോഗസ്ഥരെയും മാധ്യമങ്ങളെയും എല്ലാം തെറ്റിദ്ധരിപ്പിച്ച് ബാക്കി വന്ന ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ഫുഡ് കാറ്ററിംഗ് ട്രക്കിനുള്ളിൽ ഒളിച്ചിരുന്ന് റൺവേയിലൂടെ ഓടി രക്ഷപ്പെടേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? ദ വാഷിംഗ്ടൺ പോസ്റ്റും ന്യൂയോർക്ക് ടൈംസും തൊട്ടടുത്ത ദിവസങ്ങളിൽ പുറത്തുവിട്ടൽ ലോകത്തെ ഞെട്ടിച്ച ആ രഹസ്യ ഓപ്പറേഷന്റെ പൂർണ്ണമായിട്ടുള്ള കഥയാണിത്. ഇറാൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെയും മിസൈൽ വ്യൂഹങ്ങളുടെയും തൊട്ടു മുന്നിൽ വെച്ച് അങ്കാറ എയർപോർട്ടിലെ റൺവേയിൽ വെച്ച് നടന്ന ആ വലിയ വ്യാജ നാടകം. എന്തുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് സ്വന്തം എയർഫോഴ്സ് 1 ഉപേക്ഷിച്ച് ഒരു കാറ്ററിംഗ് കണ്ടെയ്നറിനുള്ളിൽ ഒളിച്ചിരിക്കേണ്ടി വന്നത്? ഖത്തർ രാജകുടുംബം സൗജന്യമായി സമ്മാനിച്ച $400 മില്യൺ അൾട്രാ ലക്ഷറി വിമാനം ട്രംപിന് മരണക്കെണിയായി മാറിയത് എങ്ങനെയാണ്? വിമാനത്തിലെ വിൻഡോ ഷെയ്ഡുകൾ അടച്ചുപൂട്ടുക എന്ന് മാധ്യമ പ്രവർത്തകരോട് ആജ്ഞാപിച്ചതിന് പിന്നിലെ ഭീതിജനകമായ സത്യം എന്തായിരുന്നു? തുർക്കിയിലെ അങ്കാറയിൽ നിന്നും ബ്രിട്ടനിലെ മിൻഡഹാൻ എയർബേസ് വരെ നീണ്ട ആ 40 മിനിറ്റിൽ സംഭവിച്ച ഓരോ നിമിഷവും പെന്റഗണിന്റെ ആരും അറിയാത്ത സുരക്ഷാ വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള വിശദീകരണമാണിത്. സംഭവത്തിന്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കുറച്ച് പുറകോട്ട് പോകണം. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഏറ്റവും ശക്തനായ കമാൻഡർ, ഇറാന്റെ ജനപ്രിയ നായകൻ ജനറൽ ഖാസിം സുലൈമാനിയെ ഡെഡ്ലി ഡ്രോൺ സ്ട്രൈക്കിലൂടെ വധിക്കാൻ ഉത്തരവിട്ടത് ട്രംപ് ആയിരുന്നു. അന്ന് ഇറാൻ പ്രഖ്യാപിച്ചതാണ് ട്രംപിന്റെ ചോരയ്ക്ക് പകരം ചോര എന്ന്. അതെവിടെ വെച്ചായാലും ഞങ്ങൾ പ്രതികാരം ചെയ്യുമെന്ന്. നാളുകൾ കഴിഞ്ഞിട്ടും ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗവും അവരുടെ അന്താരാഷ്ട്ര പ്രോക്സി ഗ്രൂപ്പുകളും ട്രംപിന് വേണ്ടിയുള്ള വേട്ട അവസാനിപ്പിച്ചില്ല. പെൻസിൽവാനിയയിലെ റാലിയിൽ വെച്ച് ട്രംപിന് നേരെ വെടിവെപ്പുണ്ടായതും തുടർന്ന് US സുരക്ഷാ ഏജൻസികൾക്ക് ഇറാന്റെ വധശ്രമ മുന്നറിയിപ്പുകൾ നിരന്തരം ലഭിച്ചതും നമ്മൾ കണ്ടതാണ്. ഇപ്പൊ തുർക്കിയിൽ വെച്ച് നടക്കാനിരുന്ന നാറ്റോ ഉച്ചകോടിക്ക് ട്രംപ് എത്തുമ്പോൾ അന്തരീക്ഷം അതീവ ഗുരുതരമായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, തുർക്കി എന്നത് ഇറാന്റെ അതിർത്തിയോട് തൊട്ടുരുമ്മി കിടക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ ഇറാന്റെ ഇന്റലിജൻസിനും അവരുടെ പരോക്ഷ ഗ്രൂപ്പുകൾക്കും വൻ സ്വാധീനമുണ്ട്. നാറ്റോ സമ്മേളനം കഴിഞ്ഞ് ട്രംപ് മടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ വിമാനത്തിന് നേരെ ഒരു അറ്റാക്ക് നടത്താൻ അല്ലെങ്കിൽ ട്രംപിനെ വധിക്കാൻ കൃത്യമായ പദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുന്നു എന്ന് അമേരിക്കൻ ഇന്റലിജൻസിന് ഖണ്ഡിതമായ വിവരം അഥവാ ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ത്രെട്ട് ലഭിച്ചു. എന്നാൽ പ്രശ്നം അവിടെയൊന്നും ആയിരുന്നില്ല. ആ യാത്രയ്ക്കായി ട്രംപ് തിരഞ്ഞെടുത്ത വിമാനത്തിലായിരുന്നു ഏറ്റവും വലിയ സുരക്ഷാ ദുരന്തം ഒളിച്ചിരുന്നത്. അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഒരു വിദേശ രാജ്യം നൽകിയ ആഡംബര വിമാനത്തിൽ ഒരു പ്രസിഡന്റ് യാത്ര ചെയ്യുന്നത്. ഖത്തർ രാജകുടുംബം ഡൊണാൾഡ് ട്രംപിന് സമ്മാനമായി നൽകിയ 400 മില്യൺ, അതായത് ഏകദേശം 3300 കോടിയിലധികം ഇന്ത്യൻ രൂപ വിലമതിക്കുന്ന ബോയിങ് 747-8 ആ ആഡംബര വിമാനം ട്രംപ് ഇതിന് സ്നേഹത്തോടെ ആകാശത്തിലെ വൈറ്റ് ഹൗസ് എന്നാണ് പേരിട്ടത്. ജൂലൈ ആദ്യം നോർത്ത് ഡക്കോട്ടയിലേക്കുള്ള യാത്രയോടെയാണ് അദ്ദേഹം ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. തുടർന്ന് തന്റെ ആദ്യ വിദേശ യാത്രയ്ക്കായി തുർക്കിയിലെ അങ്കാറയിലേക്ക് പറന്നതും ഈ പുതിയ വിമാനത്തിൽ തന്നെയായിരുന്നു. പക്ഷെ പെന്റഗണും US വ്യോമസേനയും ഒരു കാര്യം തിരിച്ചറിഞ്ഞു. പഴയ എയർഫോഴ്സ് 1 ആധുനിക മിലിറ്ററി ഗ്രേഡ് റഡാർ ജാമറുകളും മിസൈൽ വിരുദ്ധ സംവിധാനങ്ങളും എല്ലാം, അതോടൊപ്പം തന്നെ എയർ ടു എയർ മിസൈലുകളെ വഴിതിരിച്ചു വിടുന്ന തരത്തിലുള്ള ഫ്ലെയറുകളും എല്ലാം, പറക്കനിടയിൽ ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യം പോലും, അതായത് ഇൻഫ്ലൈറ്റ് റീഫ്യൂവലിംഗ് വരെ അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ വരെ ഉണ്ട്. എന്നാൽ ഖത്തർ പെട്ടെന്ന് കൈമാറിയ ഈ പുതിയ ആഡംബര വിമാനത്തിൽ പെന്റഗണിന്റെ വക പൂർണ്ണമായ സൈനിക അപ്ഗ്രേഡുകളോ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളോ ഒന്നും ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇറാൻ അതിർത്തിക്ക് തൊട്ടടുത്തുള്ള ഒരു വ്യോമാതിർത്തിയിലൂടെ ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റം പോലും ഇല്ലാത്ത വിമാനത്തിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വധഭീഷണിയുള്ള നേതാവ് പറക്കുക എന്നതൊക്കെ പറയുമ്പോൾ അത് ആത്മഹത്യാപരമാണല്ലോ. അപ്പോൾ ഒരു ഉപരിതല മിസൈലോ ഡ്രോൺ ആക്രമണമോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പുതിയ ഖത്തർ വിമാനത്തിന് അത് പ്രതിരോധിക്കാൻ സാധിക്കില്ല. പ്രസിഡന്റ് അപകടത്തിലാണ് എന്ന വാർത്ത പുറത്ത് വന്നു കഴിഞ്ഞാൽ അമേരിക്കൻ പ്രതിച്ഛായ തന്നെ തകരും. ട്രംപ് ഭയന്ന് പിന്മാറി എന്ന് വരുത്തി തീർക്കാൻ ട്രംപിന്റെ ഈഗോയും സമ്മതിക്കില്ലല്ലോ. അങ്ങനെയാണ് US സീക്രട്ട് സർവീസും പെന്റഗണും ചേർന്ന് ചരിത്രത്തിലെ ഏറ്റവും തന്ത്രപരമായ ഒരു ഡിസെപ്ഷൻ ഓപ്പറേഷൻ നടത്തിയത്. അങ്കാറ എയർപോർട്ടിന്റെ റൺവേ വിമാനങ്ങൾ സർവീസ് നടത്താൻ സജ്ജമായി നിൽക്കുന്നു. വൈകുന്നേരമാണ് സമയം. ലോകത്തിലെ മുഴുവൻ മാധ്യമങ്ങളുടെയും ക്യാമറകൾ അവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അങ്കാറ എയർപോർട്ടിലാകെ 3 വിമാനങ്ങളാണ് അമേരിക്ക സജ്ജീകരിച്ചത്. ഒന്നാമത്തെ വിമാനം ഖത്തർ സമ്മാനിച്ച പുതിയ ബോയിങ്
7478 ആണ്. അത് തികച്ചും സുരക്ഷിതമല്ലെന്ന് കണ്ടതോടെ ട്രംപ് ഇതിൽ നിന്നും പിന്മാറി. രണ്ടാമത്തെ വിമാനം അമേരിക്കൻ പ്രസിഡന്റിന്റെ പഴയ പാരമ്പര്യ എയർഫോഴ്സ് 1 അഥവാ ബേബി ബ്ലൂ ബോയിങ് ആണ്. മൂന്നാമത്തെ വിമാനം അമേരിക്കൻ വൈസ് പ്രസിഡന്റും പ്രതിരോധ സെക്രട്ടറിയും യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന ആർമി സ്പെഷ്യൽ ബോയിങ് C-32A, ഒരു ചെറിയ മിലിറ്ററി ജെറ്റ്. ഇനി ശ്രദ്ധിച്ചു കേൾക്കുക. അങ്കാറ എയർപോർട്ടിൽ തടിച്ചുകൂടിയ ക്യാമറകൾക്ക് മുന്നിലേക്ക് ട്രംപിന്റെ ഔദ്യോഗിക ലിമോസിൻ കാർ എത്തുമ്പോൾ പഴയ എയർഫോഴ്സ് 1 വിമാനമാണ് റൺവേയിൽ കിടക്കുന്നത്. ട്രംപ് കാറിൽ നിന്നും ഇറങ്ങി ക്യാമറകൾക്ക് നേരെ വിരലുകൾ കൊണ്ട് വിക്ടറി സൈൻ കാണിക്കുന്നു. പുഞ്ചിരിയോടെ അദ്ദേഹം എയർഫോഴ്സ് 1ന്റെ സ്റ്റെപ്പുകൾ കയറി വിമാനത്തിനുള്ളിലേക്ക് നടന്നു പോകുന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. ലോകവും അവിടെ ഉണ്ടായിരുന്ന മാധ്യമപ്രവർത്തകരും എല്ലാം വിചാരിച്ചു പ്രസിഡന്റ് സുരക്ഷിതനായി എയർഫോഴ്സ് 1ൽ കയറി കഴിഞ്ഞു എന്ന്. ട്രംപിന് തൊട്ടു പിന്നാലെ വിമാനയാത്രക്കാരായ വൈറ്റ് ഹൗസ് പ്രസ് കോർപ്സിലെ മാധ്യമ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും എല്ലാം വിമാനത്തിലേക്ക് കയറി. അവർ കയറിയ ഉടൻ തന്നെ വിമാനത്തിലെ വൈറ്റ് ഹൗസ് സ്റ്റാഫും സെക്യൂരിറ്റിയും ഒരു നിഷ്കർഷത മുന്നോട്ട് വെച്ചു. അടിയന്തര ഉത്തരവാണ് പ്രസ് ക്യാബിനിലെ എല്ലാ വിൻഡോ ഷെയ്ഡുകളും ഉടൻ തന്നെ, അതായത് ജനലിന്റെ മറകൾ ഉടൻ തന്നെ താഴേക്ക് താഴ്ത്തിയിടുക എന്ന്, ആരും പുറത്തേക്ക് നോക്കാൻ പാടില്ല എന്ന്. സാധാരണ യുദ്ധമേഖലകളിൽ മാത്രം ചെയ്യാറുള്ള ഈ നിർദ്ദേശം കേട്ട് മാധ്യമ പ്രവർത്തകരെല്ലാം അമ്പരന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലായില്ല. ജനൽമറകളെല്ലാം താഴേക്ക് വീണ ആ നിമിഷം എയർഫോഴ്സ് 1ന്റെ ക്യാമറകൾ കാണാത്ത മറുഭാഗത്തെ പിൻവാതിലിലേക്ക് ഒരു വാഹനം അടുപ്പിച്ചു. അതൊരു മിലിറ്ററി വാഹനമല്ലായിരുന്നു. അങ്കാറ എയർപോർട്ടിലെ സാധാരണ ഒരു ഫുഡ് കാറ്ററിംഗ് ട്രക്ക്. വിമാനത്തിലേക്ക് ഭക്ഷണം കയറ്റി അയക്കാനൊക്കെ ഉപയോഗിക്കുന്ന അതേ ഹൈഡ്രോളിക് ലിഫ്റ്റുള്ള ബോക്സ് ട്രക്ക്. എയർഫോഴ്സ് 1ന്റെ മുന്നിലെ ക്യാബിനിൽ നിന്നിറങ്ങി സീക്രട്ട് സർവീസ് ഏജന്റുമാരുടെ നടുവിലൂടെ ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സെത്തും ആ ഫുഡ് കണ്ടെയ്നർ ബോക്സിനുള്ളിലേക്ക് കയറി. ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ ഭക്ഷണപ്പെട്ടിക്കുള്ളിൽ അടച്ച് ഹൈഡ്രോളിക് ലിഫ്റ്റ് വഴി താഴെ ഇറക്കി ട്രക്ക് റൺവേയിലൂടെ പതുക്കെ മുന്നോട്ട് നീങ്ങി. വിമാനത്തിന്റെ എഞ്ചിനുകളുടെ മറവിലൂടെ ആ ഫുഡ് ട്രക്ക് തൊട്ടടുത്ത് നിർത്തിയിട്ടിരുന്ന ചെറിയ C-32A മിലിറ്ററി വിമാനത്തിനരികിലെത്തി. ട്രംപിനെയും വഹിച്ച C-32A വിമാനം ആരും അറിയാതെ റൺവേയിൽ നിന്നും ആകാശത്തേക്ക് പറന്നുയർന്നു. ലോകം മുഴുവൻ കരുതി ട്രംപ് എയർഫോഴ്സ് 1ൽ തന്നെയാണ് UK എത്തിയതെന്ന്. എന്തായാലും ഇതിന് പിന്നിൽ വലിയ 3 രാഷ്ട്രീയ സൈനിക മാനങ്ങളുമുണ്ട്. അതായത്, ഒന്നാമതായിട്ട് ഇറാന്റെ രഹസ്യാന്വേഷണ കരുത്ത്. തുർക്കിയിലെ നാറ്റോ ഉച്ചകോടി നടക്കുന്ന സ്ഥലത്ത് പോലും ഡൊണാൾഡ് ട്രംപിനെ ലക്ഷ്യമിടാൻ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് കഴിയുമെന്ന് US രഹസ്യാന്വേഷണ വിഭാഗം ഭയന്നു. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തിയെ ഒരു ഭക്ഷണ ട്രക്കിനുള്ളിൽ ഒളിപ്പിക്കാൻ ഇറാന്റെ വധഭീഷണിക്ക് കഴിഞ്ഞു എന്നത് ഇറാന്റെ ഇന്റലിജൻസ് വിജയമായി തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. രണ്ടാമതായിട്ടുള്ള കാര്യം ഖത്തർ വിമാനത്തിന്റെ ഭാവി. സൗജന്യമായി കിട്ടിയ അത്യാഡംബര വിമാനമാണെങ്കിലും മിലിറ്ററി ഗ്രേഡ് സെക്യൂരിറ്റി ഇല്ലെങ്കിൽ അത് പ്രസിഡന്റിന്റെ മരണക്കെണിയാകുമെന്ന് പെന്റഗൺ സമ്മതിച്ചു. തുടർന്ന് ഈ ഖത്തർ വിമാനം താൽക്കാലികമായി സർവീസിൽ നിന്നും പിൻവലിക്കുകയും കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ച് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഘടിപ്പിക്കാൻ വൈറ്റ് ഹൗസ് ഉത്തരവിടുകയും ചെയ്തു. മൂന്നാമതായിട്ട് എന്താണെന്നാൽ ഡിസെപ്ഷൻ തന്ത്രങ്ങൾ. അതായത്, മുമ്പ് 2000 ബിൽ ക്ലിന്റൺ പാകിസ്ഥാനിലേക്ക് പോയപ്പോഴും എയർഫോഴ്സ് 1 ഒരു വ്യാജ ഡെക്കോയ് ആയി ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ മാധ്യമപ്രവർത്തകരെ വിമാനത്തിനുള്ളിൽ പൂട്ടിയിട്ട് പ്രസിഡന്റിനെ ഒരു കാറ്ററിംഗ് ട്രക്കിലൂടെ കടത്തിക്കൊണ്ടുപോയ സംഭവം US സൈനിക ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ്. എന്തായാലും ഇത്തരത്തിലുള്ള നീക്കത്തെ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? ട്രംപിന്റെ ഭാവി ഇനി എന്തായിരിക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.